അത് നിങ്ങളുടെ അഭിപ്രായം. ഞാൻ മറിച്ചാണ് ചിന്തിക്കുന്നത്. എൻ്റെ നിലപാടും അതാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മുതലാളിയായിട്ടുള്ളൊരു സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അവകാശവാദം വേണമെങ്കിലും നടത്താം. മുതലാളി വിളിച്ച് നിങ്ങളെ വിരട്ടിയെന്ന് മുതലാളി തന്നെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏത് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ അത് ദേശാഭിമാനിയുടെ മര്യാദയായിരിക്കും. ഞാൻ വിശദീകരണം തേടി എന്ന വാർത്ത കണ്ടു. അല്ല, അങ്ങനെ വാർത്ത കണ്ടു, ഞാൻ ബാക്കി പറഞ്ഞിട്ടില്ല. എന്തിനാണ് അസഹിഷ്ണുത? ഉണ്ട്. അല്ല, നിങ്ങളിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇതുവരെ പറഞ്ഞ കാര്യം ഒന്നും കേട്ടിട്ടില്ല. ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്ന് കണ്ടോണ്ട് ചോദിച്ചാ. നിങ്ങൾ അവിടെ കേട്ടിട്ടുണ്ട്. ശരി ശരി, പറയൂ 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 പറയൂ. അത് ദേശാഭിമാനിയുടെ ഒരു കാര്യമാണ്. ഞങ്ങളതിപ്പോൾ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ. അല്ല, അതൊക്കെ ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദേശാഭിമാനിയിൽ ഓരോ കാര്യങ്ങൾക്കും ആർക്കൊക്കെ ചുമതല. ഞങ്ങൾ ഈ ചുമതലകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ടല്ലോ. ഞങ്ങൾ ഈ ചുമതലകളെല്ലാം ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതൊരു പത്രം എന്ന നിലയിൽ ഞങ്ങളുടെ അവകാശമാണ്. കഴിഞ്ഞ ആഴ്ച വരെ KR അജയനായിരുന്നു ചുമതല. നിങ്ങൾ ഈ പറയപ്പെട്ട വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ വിവാദത്തിന്റെ കാര്യങ്ങളിൽ. എന്നാൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞാൻ നേരത്തെ വിശദീകരിച്ച 2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ സന്ദർഭങ്ങളിലും ആവശ്യമായ നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു പോകുന്നവരാണ്. ആ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ അങ്ങനെ നിങ്ങളുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും ഒരു നടപടി വരെ ഇല്ല. ഈ ഉത്തരവാദിത്തപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയുടെ മുഖപത്രം എന്ന രീതിയിൽ കൂടിയാണ് ദേശാഭിമാനി വാർത്തയിൽ. അതിനെ താങ്കൾ എന്തിനാണ് ഇത്രയധികം ഒരു എന്താ പറയുക, ഒരു പ്രതിരോധത്തിന്റെ ഭാഷയിൽ നിന്ന് ന്യായീകരിക്കുന്നത്? ഒരു കേവല യുക്തിയോ അല്ലെങ്കിൽ വാക്ചാതുര്യോ കൊണ്ട് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. നോക്കൂ, എനിക്ക് ആ ചോദ്യത്തോട് വിയോജിപ്പുണ്ട്. കാരണം എൻ്റെ ഭാഷയൊക്കെ ഞാനല്ലേ തീരുമാനിക്കുക. എനിക്ക് എൻ്റെ ഭാഷ പറയട്ടെ. എനിക്ക് എൻ്റെ ഭാഷയും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയുമാണ്. നിങ്ങൾ ചോദിക്കുന്ന ഭാഷയെ വിമർശിക്കാൻ എനിക്ക് അവകാശമില്ല. കാരണം അത് നമ്മൾ ഓരോരുത്തരുടെ ശൈലിയും രീതിയുമാണ്. അപ്പോൾ ആ കാര്യത്തിൽ പരസ്പര ബഹുമാനം പുലർത്തുന്നതാണ് അഭികാമ്യം. രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ഇവിടെ ഉണ്ട്, അങ്ങനെ അല്ലാതെ പ്രവർത്തിക്കുന്നുമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ സ്വകാര്യ സ്വത്തായി ആ രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നടത്തുന്ന സ്ഥാപനവുമുണ്ട്. അങ്ങയുടെ സ്ഥാപനം അങ്ങനെ ഒരു സ്ഥാപനമാണ് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ സ്ഥാപനത്തെ സംബന്ധിച്ച് അത് നിങ്ങളുടെ അഭിപ്രായം. ഞാൻ മറിച്ചാണ് ചിന്തിക്കുന്നത്. എൻ്റെ നിലപാടും അതാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മുതലാളിയായിട്ടുള്ളൊരു സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അവകാശവാദം വേണമെങ്കിലും നടത്താം. മുതലാളി വിളിച്ച് നിങ്ങളെ വിരട്ടിയെന്ന് മുതലാളി തന്നെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏത് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ അത് ദേശാഭിമാനിയുടെ മര്യാദയായിരിക്കും. എന്തിനാണ് ദേശാഭിമാനിയുടെ കാര്യങ്ങൾ നമ്മൾ പരസ്പരം വെല്ലുവിളിയുടെ ഒരു സ്ഥലത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തുവിടണോ എന്ന ഭാഷയിൽ സംസാരിച്ചു? അത് താങ്കൾ ദേശാഭിമാനിയുടെ പ്രസിദ്ധീകരിച്ചിട്ടില്ലേ? ദേശാഭിമാനി പ്രസിദ്ധീകരിക്കുന്ന വാർത്തകളെല്ലാം വായിച്ചാൽ, ദിവസവും വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യമല്ലോ. ആയിക്കോട്ടെ. വിജയൻ എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിക്കാൻ ഒരു ലേഖനം തയ്യാറാക്കിയിരുന്നു. റെസിഡന്റ് എഡിറ്റർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു? അതിനെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. നിങ്ങൾ ഒരുപക്ഷെ ഹെഡ്സെറ്റിൽ കേട്ടിട്ടുണ്ടാവേണ്ടതാണ്. ഞാനത് നല്ല വിശദമായി പറഞ്ഞു. ഇനി അത് ആവർത്തിക്കേണ്ട ഒരാവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, വ്യക്തതയുണ്ട്. ഞാനിവിടെ ഞാനത് സംബന്ധിച്ച് വിശദമായി പറഞ്ഞില്ല. ഇവിടെ ഞാനത് സംബന്ധിച്ച് ഈ ലേഖനങ്ങൾ വരുന്നത് സംബന്ധിച്ചും ഇല്ല, ഞാനത് വിശദമായി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ ആ ചോദ്യം ആവർത്തിക്കുകയാണ്. നിങ്ങളല്ല, നിങ്ങളുടെ സഹപ്രവർത്തകർ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. അങ്ങനെ ആവർത്തിച്ച് മറുപടി പറയേണ്ട ഒരു ആവശ്യം ആ കാര്യത്തിലില്ല. ഞാനത് സംബന്ധിച്ച് ആ ലേഖനത്തെക്കുറിച്ചും പൊതുവായിട്ടും മറ്റു മാധ്യമങ്ങളിലും ദേശാഭിമാനിയിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞതാണ്. നിങ്ങൾക്കിനി വ്യക്തത വന്നിട്ടില്ലെങ്കിൽ വ്യക്തത വരുത്താൻ എനിക്കാവില്ല. ഒരു തലക്കെട്ടിനെയും ആർക്കും പേടിയില്ല, ഞങ്ങളിൽ ആർക്കും പേടിയില്ല. കഴിഞ്ഞ പോയൊരു കാര്യമല്ലേ, അതിനെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. ഏതായാലും ദേശാഭിമാനിയെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിനൊരു പോസിറ്റീവ് വശമുണ്ട്. നന്നായി ചർച്ച നടക്കട്ടെ. പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് ഞാനും നിങ്ങളും കേട്ടതാണ്. ദേശാഭിമാനി തള്ളി പറഞ്ഞാണ് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. അതിനെക്കുറിച്ച് ഞാനും വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നല്ല, മറ്റൊരിടത്തു നിന്നും
എല്ലാ വാർത്തകളും കൊടുക്കുമ്പോൾ ജാഗ്രത പാലിക്കണം. ഇപ്പൊ ജാഗ്രത പാലിക്കുന്നുണ്ടെങ്കിൽ കുറെ കൂടി ജാഗ്രത പാലിക്കണം. ഞങ്ങളും പാലിക്കണം, നിങ്ങളും പാലിക്കണം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ വേക്കാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ അതിനോടൊക്കെ പ്രതികരിക്കേണ്ട കാര്യമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ എന്ന് ഞാനിവിടെ വിശദീകരിക്കുകയും ചെയ്തു. ഇതിൽ കൂടുതൽ ഇനി അല്ല ഇനി താങ്കൾ ഉത്തരം തന്നിട്ടില്ല. അല്ല, ഇതൊക്കെ എങ്ങനെ ഞാൻ വിശദീകരണം ചോദിച്ചൊന്ന് റിപ്പോർട്ട് ചെയ്തല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ചോദിച്ചു, ആ ചോദ്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാതെ വാർത്ത കണ്ടല്ലോ ഞാൻ ചിലയിടത്ത്. എം സ്വരാജ് വിശദീകരണം തേടി വാർത്ത വന്നില്ലേ? നിങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ കൊടുത്തോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ വാർത്ത കണ്ടു. ഞാൻ വിശദീകരണം തേടി എന്ന വാർത്ത കണ്ടു. അല്ല, അങ്ങനെ വാർത്ത കണ്ടു. ഞാൻ ബാക്കി പറഞ്ഞിട്ടില്ല. എന്തിനാണ് അസഹിഷ്ണുത? ഉണ്ട് പറയുന്നതിനിടയിൽ ഞാൻ വാർത്ത തേടി അല്ല വിശദീകരണം തേടിയെന്ന് വാർത്ത കണ്ടു. ഞാൻ വിശദീകരണം തേടാറില്ല. വിശദീകരണം തേടാൻ നിയോഗിക്കപ്പെട്ട ആളല്ല ഞാനല്ല അതോറിറ്റി. അപ്പോൾ വെറുതെ അങ്ങ് വെച്ച് കാച്ചുകയാണ്. അതൊന്നും ശരിയല്ല. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നോട് വിളിച്ചു ചോദിച്ചാൽ ഞാൻ പറയുമല്ലോ ഞാൻ വിശദീകരണം തേടിയിട്ടില്ല എന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി വരും. അപ്പോൾ കൊടുക്കണം എന്ന് ആദ്യം തീരുമാനിക്കുകയാണ്, എന്നിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുമ്പോൾ ആ വിശദീകരണത്തെ കുറിച്ച് ചോദിക്കുകയാണ്. ഞാൻ വിശദീകരണം തേടാൻ നിയോഗിക്കപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരാളല്ല. ഞാൻ ആരോടും വിശദീകരണം തേടിയിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരുടെ പേരിലും നടപടി സ്വീകരിച്ചിട്ടില്ല. നടപടിയെക്കുറിച്ച് പൊതുവായി പറഞ്ഞ കാര്യം നേരത്തെ പറഞ്ഞു, അതിനി ആവർത്തിക്കുന്നില്ല. ഇനി വർക്കിംഗ് അറേഞ്ച്മെന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അതൊരു മര്യാദയാണോ? അങ്ങനെ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് വർക്കിംഗ് അറേഞ്ച്മെന്റുകളെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണോ? അല്ല, ഞാനുമല്ല. ദേശാഭിമാനിക്കകത്ത് ആ ചോദ്യത്തിനൊക്കെ നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ ചോദ്യത്തിന് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് നിങ്ങളിങ്ങനെ പറയുകയാണ്, അതിനകത്ത് എന്തെങ്കിലും പരാതി ഉയർന്നിരുന്നോ, അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ശരി, നിങ്ങളങ്ങനെ ചോദിക്കൂ, ഞാനേതായാലും പ്രതികരിക്കുന്നില്ല. ഓക്കെ, ശരി. അത് നിങ്ങളുടെ അഭിപ്രായം. ഞാൻ മറിച്ചാണ് ചിന്തിക്കുന്നത്. എൻ്റെ നിലപാടും അതാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മുതലാളിയായിട്ടുള്ളൊരു സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അവകാശവാദം വേണമെങ്കിലും നടത്താം. മുതലാളി വിളിച്ച് നിങ്ങളെ വിരട്ടിയെന്ന് മുതലാളി തന്നെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏത് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ അത് ദേശാഭിമാനിയുടെ മര്യാദയായിരിക്കും. ഞാൻ വിശദീകരണം തേടി എന്ന വാർത്ത കണ്ടു. അല്ല, അങ്ങനെ വാർത്ത കണ്ടു. ഞാൻ ബാക്കി പറഞ്ഞിട്ടില്ല. എന്തിനാണ് അസഹിഷ്ണുത? ഉണ്ട്.